ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലെ NTR ഗാർഡൻ. അപ്പോൾ അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിന്റെ ഏകദേശം ഒരു സെൻട്രൽ ഭാഗത്താണുള്ളത്. ബിർള മന്ദിറിന്റെ അവിടുന്ന് ഞാനൊരു ബൈക്കിൽ പോവുകയാണ്. ഇവിടുത്തെ ഒരു പാർക്ക് ഉണ്ട്, NTR പാർക്ക്. ആ പാർക്ക് കാണാൻ പോവുകയാണ്. അപ്പൊ ഈ സിറ്റി കൂടി തന്നെ അങ്ങനെ പോകണം. അപ്പൊ നമുക്ക് സിറ്റിയൊക്കെ ഒന്ന് ഇങ്ങനെ കംപ്ലീറ്റ് കണ്ടിട്ട് അങ്ങനെ പോകാം. അങ്ങ് ദൂരെ കണ്ടില്ലേ, ഈ കാണുന്ന ഇതാണ്, ഈ സ്വർണ്ണ കളറല്ല അതിന്റെ ബാക്കിലുള്ളത്. ഇതാണ് ഇവിടുത്തെ നിയമസഭാ മന്ദിരം. ഞാൻ മുമ്പ് ബിർള മന്ദിർ കയറിയ സമയത്ത് ഞാൻ പറഞ്ഞുതരാം, ഇതിന്റെ മുകളിൽ നിന്ന് നല്ല അടിപൊളി കാഴ്ചയാണെന്നുള്ളത്. ഏകദേശം ബിർള മന്ദിറിന്റെ പരിസരത്ത് തന്നെയാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച, ഇതിന്റെ കാഴ്ച നല്ല അടിപൊളി കാഴ്ചയാണ്. അപ്പൊ അതിപ്പോ തൽക്കാലങ്ങൾ ഇവിടുന്ന് കണ്ടോളൂ. അതിന്റെ മുകളിൽ നിന്ന് ഏതായാലും നമുക്ക് വീഡിയോ എടുക്കാൻ അവർ ബിർള മന്ദിർ സമ്മതിക്കൂല. അപ്പൊ അതിന്റെ അടുത്തുള്ള വേറെ കുറെ കമ്പൗണ്ട്, ഒരു ഗോൾഡൻ ഒരു സാധനം കണ്ടില്ലേ, അതിന്റെ അടിയിൽ ഗ്ലാസ് മിറർ മോഡലൊക്കെ ഉള്ളതാണ്. പിന്നീട് പോകുന്നില്ല, അപ്പൊ നമുക്ക് അത് കാണാം. ഇതിന്റെ പരിസരത്ത് തന്നെ നെക്ലേസ് റോഡ്, ലുബിനി പാർക്ക് ഒക്കെ ഇതിന്റെ പരിസരത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇതാണ് അതിന്റെ മെയിൻ റോഡ്, നമ്മുടെ നിയമസഭാ മന്ദിരത്തിന്റെ. ഈ നിയമസഭാ മന്ദിരത്തിന്റെ ഒരു മതിലാണ് നമ്മളിപ്പോ പോകുന്ന NTR പാർക്കിന്റെ ഒരു അതിര്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇതാണിത്, കോമ്പൗണ്ട്. ഇതിന്റെ അകത്തേക്ക് നമുക്ക് കയറാനൊന്നും ഇപ്പൊ പ്രവേശനമില്ല. ഈ ഒരു റോഡ്, ഇത് കംപ്ലീറ്റ് അതാണ്. ഇതാണ് ഇവിടുത്തെ ഹുസൈൻ സാഗർ. ഇത് വലിയൊരു തടാകമാണ്. അതിന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ നല്ല ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് അത്. അപ്പൊ അത് നമുക്ക് പിന്നീട് ഞാൻ പോകുന്നുണ്ട്, അപ്പൊ നമുക്ക് കാണാം. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒന്നാണ്. ഹൈദരാബാദിൽ വന്നിട്ട് കാണേണ്ട സ്ഥലമാണ് ഈ ഹുസൈൻ സാഗർ തടാകവും അതിലൂടെ ഒരു ബോട്ട് യാത്രയും. അതിന്റെ സെന്ററിൽ ഒരു ബുദ്ധന്റെ പ്രതിമയൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് ഇവിടെ പോയിക്കുന്നു. അപ്പൊ ഞാൻ അതൊക്കെ കണ്ട് പരിചയമുള്ളതാണ്. അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അധികം. അത് യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന്റെ ഒക്കെ എത്രയോ മുമ്പാണ് ഞാൻ അവിടെ ഹൈദരാബാദ് സന്ദർശിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് പിന്നെ നമ്മുടെ പാർക്കിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഇതാണ് ആ NTR പാർക്കിന്റെ കവാടം, എൻട്രൻസ്. ഇവിടെ അത്യാവശ്യം തീരെ തിരക്കില്ല, കാരണം രാവിലെ ആയതുകൊണ്ട് നല്ല സുഖമാണ്. 9 മണിയായിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ അകത്തേക്ക് ഞാൻ അങ്ങോട്ട് കയറുന്ന സമയത്ത് നമ്മുടെ മെറ്റൽ ഡിറ്റക്ടറിന്റെ ഉള്ളിൽ കൂടെ ആദ്യം കയറിയിട്ട് ഉള്ളിലാണ് ടിക്കറ്റ് എടുക്കല്. ഇതൊക്കെ ടിക്കറ്റ് കൗണ്ടർ ആക്കാണ് ഇവിടെ ഉള്ളത്. 20 രൂപയാണ് ചാർജ് ഒരാൾക്കുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് അങ്ങനെ പോവാം. NT രാമറാവു, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഗാർഡൻ, NTR ഗാർഡൻ എന്ന് പറയും. ഇവിടെ ഇങ്ങനെ ഇറുമ്പ്, പിന്നെ ആമ, മുതല, ഞണ്ട്, ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം.
നമ്മുടെ ചേമ്പുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ ഉണ്ടാകുന്നത്, അതിൻ്റെ സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ ചേമ്പാണ് ഈ കാണുന്നത്. ഇതാണ് നല്ല ഭംഗിയായിരിക്കുന്നു കാണാൻ. ഇനി കൈതച്ചക്ക, പിന്നെ മത്തൻ, ബനാന ഒക്കെ ഉള്ള കാണാം. ഇതാണത്. ആകെ ഇതിനുള്ളിലേക്ക് 20 ഉറുപ്പ്യ ഉള്ളൂ. പക്ഷേ 20 ഉറുപ്പ്യൊക്കെ അത്ര ഉണ്ട്, കാണാൻ മാത്രം ഉണ്ട് ഇതിനുള്ളിൽ. ഇത് പഴം, മറ്റേ പൈനാപ്പിള്, ഇത് മത്തൻ, പിന്നെ വത്തക്ക, ഇതിൽ മുന്തിരി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലൊരു പരുന്തോ നിൽക്കുന്നുണ്ടോ ഏറ്റവും ടോപ്പിൽ. സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, പക്ഷേ പെയിൻറ്റിങ്ങൊക്കെ പോയിക്കുന്നു. പെയിൻറ്റിങ് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും സംഭവം. അടിച്ചാരി വൃത്തിയാക്കുന്നൊക്കെ ഉണ്ട് ഇവർ. ഇത് ട്രെയിൻ സർവീസ് ഉണ്ട് ഇതിൽ കൂടി, കുട്ടികൾക്കുള്ള ടോയ് ട്രെയിൻ, അതാണിത്. ആയിരത്തി 1995 വരെ ഇവിടെ ഒരു താപവൈദ്യുത നിലയം കെട്ടിടം നിലനിന്ന്. ആന്ധ്രാപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന NT രാമറാവിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതാണ് NTR പാർക്ക് എന്നറിയപ്പെട്ടുള്ളത്. 1999 മുതൽ പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ നമ്മുടെ നിയമസഭാ മന്ദിരം ഈ കാണുന്നത്. ഞാൻ പറഞ്ഞ റോട്ടിലൂടെ കാണിച്ചിരുന്നില്ല, ആ കാണുന്നതാണ്. അതിൻ്റെ ഒരു മതിലാണ് ഈ നിയമസഭാ മന്ദിരം ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഈ നഗരത്തിന്റെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ബിർള മന്ദിർ, നെക്ലസ് റോഡ്, ലുബിനി പാർക്ക്, മറ്റുള്ള വിനോദസഞ്ചാര കേന്ദ്രമൊക്കെ ഇതിന്റെ പരിസരത്താണ്. പിന്നെ ഇത് തെലങ്കാന സർക്കാരിന്റെ ബുദ്ധ പൂർണിമ പ്രൊജക്ട് അതോറിറ്റിയാണ് ഇത് പരിപാലിക്കുന്നത്, ഈ ഗാർഡനും പരിസരമൊക്കെ. 55 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2001 ഡിസംബർ 15 ഇതിന്റെ പരിപാടി ഉദ്ഘാടനം തുടങ്ങിയിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. പിന്നെ ഒരു മെഷീൻ ഉണ്ട്, അറ്റ പാട്ടയക്കുന്നത്. അവർ പുതിയതൊന്നും വാങ്ങിക്കൂടെ ഇവർക്ക്, ആകെ അതുകൊണ്ട് വലിപ്പിക്കുകയാണ് ഈ ചങ്ങായി. ഇവിടെ കുറച്ച് പഴയ കാല വാഹനങ്ങളുടെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ മരത്തിൻ്റെ വേരിറങ്ങിയിട്ടേ ഈ കട്ടയൊക്കെ പൊളിഞ്ഞു വയ്ക്കുന്നു ഇവിടെ ഉണ്ടല്ലേ. ഇതൊക്കെ കുട്ടികളുടെ സെക്ഷനാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ആരുമില്ല. ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് ഇവിടെ. 80 ഉറുപ്പ്യ. ചെടികളൊക്കെ നടുകയാണ്. കംപ്ലീറ്റ് മരം കൊണ്ട് മരത്തിൻ്റെ മോഡൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതുണ്ടല്ലേ,
ഇവിടെയാണ് നമ്മുടെ കുട്ടികൾക്കുള്ള ട്രെയിൻ പോകുന്ന റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ആ ട്രെയിന്. പക്ഷേ ഇവരെന്താ ചെയ്തിരിക്കുന്നത്? ഇതിപ്പം മൂലക്കെട്ടിക്കുന്നുണ്ട്. സംഭവം വർക്കിംഗ് അല്ല, കാട് പിടിച്ചാൽ കുടി കിടക്കുന്നുണ്ട്. വെറുതെ ആൾ ഇതിലില്ലാത്തത്, ഇതിൻ്റെ അകത്തില്ലാത്തത്. ഒരു സാധനം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉള്ള കുഴപ്പതാ, കേടായ പിന്നെ അങ്ങനെ അവിടെ കിടക്കും, പിന്നെ നേരാക്കൂല. ഇവിടുന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ തൊട്ടടുത്ത് അംബേദ്കറിന്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. ഇവിടെ വെള്ളമൊക്കെ ചാടുന്നുണ്ട് ഇപ്പോൾ. ഞാൻ നേരത്തെ വന്ന സമയത്ത് വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അത്യാവശ്യം വെള്ളമൊക്കെ ചാടി ഉഷാറായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇവിടുത്തെ അംബേദ്കറിന്റെ ആ പ്രതിമന്റെ അങ്ങോട്ടേക്ക് പോവാം. നമുക്ക് ഈ റോഡിനോട് തൊട്ട് അപ്പുറത്ത് തന്നെയാണ് ഈ അംബേദ്കർ സ്റ്റാച്ചു ഉള്ളത്. അപ്പൊ അതാണ് ഇതിപ്പോ മെയിൻ റോഡാണ് ഈ കാണുന്ന ഭാഗങ്ങള്. ഇതിന്റെ തൊട്ട് ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഇതുള്ളത്, അംബേദ്കർ പ്രതിമ. ഇത് ഏകദേശം 125 അടി ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത്. ഇതിന്റെ പരിസരത്ത് നിന്നൊക്കെ നോക്കിയാൽ ഇതിങ്ങനെ കംപ്ലീറ്റ് കാണാം. ഇതിന്റെ അകത്തേക്ക് ഇപ്പൊ പ്രവേശനമല്ല, മുമ്പ് പ്രവേശനമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു, സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗേറ്റൊക്കെ നല്ലോണം പൂട്ടിയിട്ടിരിക്കുന്നു. ഇതിന്റെ തൊട്ടടുത്തിപ്പോ ഇവിടെ എന്തൊരു സ്ഥാപന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് അംബേദ്കറിന്റെ ആ ഭാഗത്തു നിന്ന് നേരെ പുറത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.